ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം ടു ജിംഗിൾ ബെൽസ് കളക്ഷൻ. ഇന്ന് നമ്മുടെ ഇയർ എൻഡിങ് സെയിലാണ് നടക്കാൻ പോകുന്നത്. അതുകൂടാതെ ഇന്നാണ് കേട്ടോ നമ്മൾ കമൻസിലുള്ള രണ്ടുപേരെയും അതേപോലെ തന്നെ പർച്ചേസ് ചെയ്തിരുന്ന രണ്ടുപേരെയും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം നേരെ ആദ്യം നമുക്ക് അവരെ സെലക്ട് ചെയ്യാം അല്ലേ. അപ്പം എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം. പർച്ചേസ് ചെയ്തതിൽ നിന്ന് രണ്ടുപേരെ സെലക്ട് ചെയ്യാം കേട്ടോ. അവരുടെ പേരുകളാണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ്. ഇത് നിങ്ങൾക്ക് പേനയിൽ എഴുതിയത് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഞാൻ ഒരെണ്ണം ഒന്ന് എടുത്ത് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ജസ്റ്റ് റഫായിട്ടാണ് ഒന്ന് എടുക്കുന്നത്. ഞാൻ പേര് എഴുതിയിട്ടൊന്ന് കാണിക്കാനായിട്ടും കൂടി വേണ്ടി. ഇത് കണ്ടില്ലേ, ഇതാ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ ഇതാ. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും പേര് കംപ്ലീറ്റ്ലി ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എടുത്താലോ. അപ്പോൾ ആർക്കാണ് കിട്ടുന്നതെന്ന് അറിയില്ല. ഇത്രയും പേര് നമ്മളിന്ന് പർച്ചേസ് ചെയ്തവരാണ്, എല്ലാവർക്കും കൊടുക്കണം എന്ന് തന്നെയാണ് കേട്ടോ എനിക്ക് ആഗ്രഹം. അപ്പം അതിൽ നിന്ന് ഇപ്പം നമ്മൾ രണ്ടുപേർക്കാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. അപ്പം ആദ്യത്തെ ആളെ എടുത്താലോ. ഇതാണ് കേട്ടോ. അപ്പം ഞാൻ കണ്ണ് അടച്ചിട്ടാണ് എടുക്കുന്നത്, കണ്ണ് തുറന്നിട്ടാണെന്ന് വിചാരിക്കരുത്. ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഒരാളെയാണ് ആദ്യം എടുക്കുന്നത്. അവരാണ് കേട്ടോ ഫസ്റ്റ് വിന്നർ. ഒരാളെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആരാ പേരെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് കേട്ടോ. ഇപ്പം കണ്ണ് തുറന്നേ ഞാൻ. അങ്കിത എ. ഇവർ നമ്മുടെ കസ്റ്റമറാണ്, ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കസ്റ്റമറാണ്. അവർക്കാണ് കേട്ടോ ആദ്യത്തെ സമ്മാനം കൊടുക്കുന്നത് നമുക്ക് ന്യൂ ഇയറിൻ്റെ. ഇനി അടുത്ത് രണ്ടാമത്തെ ആളിനെയും കൂടി നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ വീണ്ടും കണ്ണടച്ച് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതാണ് കേട്ടോ പേര്, നോക്കട്ടെ, രേഷ്മ ഹരീഷ് കേട്ടോ. അങ്ങനെ രണ്ടുപേർക്കാണ്. അപ്പോൾ രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ്. രേഷ്മ മാമിനും അങ്കിത മാമിനും കൺഗ്രാറ്റ്സ് കേട്ടോ. അതാ ഇവർ രണ്ടുപേരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം. ഇവർ രണ്ടുപേരാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ്. അടുത്ത് കമൻറ്റ് സെക്ഷനിൽ നിന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇതിൽ ഒത്തിരി കമൻസും ഒത്തിരി വ്യൂസും വന്ന ഒരു വീഡിയോയും കൂടിയായിരുന്നു ഇത്. അപ്പോൾ അതിൽ നിന്നാണ് കേട്ടോ ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് കണ്ണോടിച്ചിട്ട് ഞാൻ ഒരു പേരിൽ തൊടുകയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണേ. ഇവരാണ് കേട്ടോ. ഇവരാണ് നിഷ സജീർ 6205. അപ്പോൾ അവർ നമ്മളെ കാണുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കാണ് ആദ്യത്തെ കമന്റ് സെക്ഷനിൽ വിന്നർ എന്ന് പറയണത്. അപ്പോൾ അടുത്ത ആളെയും കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത് ഈ ഒരു വീഡിയോയിലാണ് കേട്ടോ ഒത്തിരി നമുക്ക് വ്യൂസ് വന്നിട്ടുള്ളതും അതേപോലെ കമന്റ്സ് വന്നിട്ടുള്ളതും. അപ്പോൾ ഇതിൽ നിന്നാണ് ഒരാളെ റഫായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഗീത ശിവൻ 7619 കേട്ടോ. അവർക്കാണ് രണ്ടാമത്തെ കമന്റ്സ് ഇട്ടതിന് സമ്മാനം. അപ്പോൾ ഇവർ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടതാണ്, പേരും കൂടി പറയേണ്ടതാണ്. കംപ്ലീറ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വേണം. അപ്പം നിങ്ങൾ റിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ്. അങ്ങനെ മൊത്തം 4 പേർക്കും കൺഗ്രാറ്റ്സ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാമല്ലോ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു അടിപൊളി കളക്ഷൻ കണ്ടാലോ. നമുക്ക് ജുംക്കടെ ഒരു മീഡിയം സൈസിൽ വരുന്ന പേളിൻ്റെ ജുംക്കയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പേളിൻ്റെ ജുംക്കയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നടുക്കൊരു വൈറ്റ് സ്റ്റോണും അതേപോലെ ചുറ്റും പേൾസ് ആണ്, കുഞ്ഞു കുഞ്ഞു വൈറ്റ് പേൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിൽ നിന്നും ഈ സ്റ്റഡ് മാത്രമായിട്ടും ഇടാം, ഹാങ്ങിങ്സോട് കൂടി ചേർത്ത് ഇടാം. നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിൽ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. നമുക്ക് ഫംഗ്ഷൻ വെയർസിനും എല്ലാത്തിനും നമുക്ക് ഇടാൻ പറ്റും. ഗോൾഡിന്റെ റേറ്റിന് നമുക്ക് മേടിക്കാൻ പറ്റില്ല എന്ന് ആലോചിച്ച് ഒരു സങ്കടം വേണ്ട കേട്ടോ. നല്ല ബഡ്ജറ്റ് ബൈയിൽ തന്നെ നമുക്ക് ഇതൊക്കെ മേടിച്ച് ഇടാനും പറ്റുമേ. ഗോൾഡിന്റെ ഫിനിഷിംഗ് തന്നെ തരും ചെയ്യും കേട്ടോ. നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ ഗോൾഡിന്റെ വരുന്നത്. നല്ല ഡിസൈനും കൂടിയാണ്. ഇതേ കണ്ടില്ലേ, നിങ്ങൾക്ക് ജസ്റ്റ് വരണം ഞാൻ കാണിച്ചു തരാം. ചുറ്റും കണ്ടില്ലേ, നല്ല ഡിസൈനാണ് വരുന്നത്. ചുറ്റും വൈറ്റ് പേൾസ് ആണ്. അപ്പോൾ വൈറ്റും കൂടി ആകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടി മാച്ചായിട്ട് ഇടാനും പറ്റുമേ. നല്ല രസമുണ്ട്. കണ്ടില്ലേ, ഇതാണ് കേട്ടോ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത്. നല്ല രസമുള്ള ഐറ്റം അല്ലേ. അപ്പം നിങ്ങൾ കമൻസിൽ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഇതാണ് കേട്ടോ ആദ്യത്തെ ഐറ്റം. അടുത്ത ഐറ്റം നമ്മുടെ ഷോർട്ട് ചെയിനിൽ വരുന്നതാണ്. ഷോർട്ട് ചെയിനിൽ വിത്ത് ലോക്കറ്റോട് കൂടി വരുന്ന ഐറ്റമാണ്. നോക്കിക്കേ, നമ്മുടെ പേർപ്പിൾ കളർ അതേപോലെ പിങ്ക് കളറാണ്. ഈ 2 കളേഴ്സും നമ്മുടെ ഗേൾസിന്റെ ഫേവറേറ്റ് കളേഴ്സാണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ വരുന്നതാണ്. ഷോർട്ട് ചെയിൻ ആണ്. നമ്മുടെ ബോക്സ് ചെയിനിന്റെ മോഡലിലാണ് വന്നിരിക്കുന്നത്. ബോക്സ് ചെയിൻ ആണ് കേട്ടോ. അതാ കണ്ടില്ലേ,
ഇതെങ്ങനെയാണ് കൊളുത്താണ് കൊടുത്തിരിക്കുന്നത്. ഇതേ കണ്ടില്ലേ, അതിൻ്റെ ഷൈനിങ് കണ്ടില്ലേ, നിങ്ങൾ ഇതിൽ തന്നെ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ലേ, നല്ല ഷൈനിങ് ഉള്ള നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ. നല്ല സൂപ്പർ ഐറ്റമാണ്, നല്ല രസമുണ്ട്, വെയർ ചെയ്താലും അതേപോലെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. എല്ലാം പ്ലേറ്റഡ് ഐറ്റംസ് ആണ് നമുക്ക് വരുന്നത് കംപ്ലീറ്റ്ലി. ഇത് 6 പിടിയുടെ ചെയിനാണ്. 6 പിടി എന്ന് പറയുന്നത് 18 ഇഞ്ചാണ് വരിക. ഇങ്ങനെയാണ് കേട്ടോ വരിക. ഇത് കണ്ടില്ലേ, നല്ല രസമുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. പാലക്കട ഓപ്പൺ ബാങ്കിൽ കണ്ടാലോ, പാലക്കട ഓപ്പൺ ബാങ്കിൽ നമ്മൾ പല ഡിസൈനിലും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മാംഗോ ഡിസൈനിലാണ്. നല്ല രസമുണ്ട് കേട്ടോ, കാണാനായിട്ട് തന്നെ നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പാലക്കട ഓപ്പൺ ബാങ്കിൾ. ഒരു റൂബി സ്റ്റോൺ, പിന്നെ മാംഗോ ഷേപ്പിലാണ് വരുന്നത്. ഗ്രീൻ പാലക്കയാണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആണ്. നല്ല തിക്കായിട്ടുള്ള ബാംഗിൾസ് ആണ്. ഇതാണ് ഓപ്പൺ ബാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈസ് ഇഷ്യൂ ഒന്നും വരില്ല, സുഖമായിട്ട് ഇടാനും പറ്റുവേ. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. നല്ല രസമില്ലേ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. ഇതിന്റെ മാച്ചിങ് ആയി ഇടാൻ പറ്റുന്ന ഒരു ഇയറിംഗ്സും കൂടി കാണിക്കട്ടെ. ഇത് കണ്ടോ, റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഇയറിംഗ്സ് ആണ്. മാംഗോന്റെ ഡിസൈൻ തന്നെ വരുന്ന ഇയറിംഗ്സും കൂടിയാണ്. നല്ല മാച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നിച്ച് മേടിക്കാം നിങ്ങൾക്കാണെങ്കിലും. നല്ല രസമുണ്ട്, ഫംഗ്ഷൻസിനായാലും നമുക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റും. ബാക്കിൽ ഇതേ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഐറ്റം നമ്മുടെ ഈ ചെയിൻ ആണ് വരുന്നത്. ഗ്രീൻ കളർ ക്രിസ്റ്റലിൽ വരുന്ന ചെയിനാണ്. ഒരു ഗോൾഡൻ ബോൾ, ഒരു ഗ്രീൻ കളർ ക്രിസ്റ്റൽ, അങ്ങനെയാണ് വരുന്നത്. 8 പിടിയുടെ ചെയിനാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ബാക്കിൽ കൊളുത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റം ആണ്. നല്ല രസമാണ് കാണാനായിട്ടും. ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഗ്രീൻ കളർ ക്രിസ്റ്റൽസ് ഒക്കെ ചോദിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടി നമ്മൾ അവൈലബിൾ ആക്കിയതാണ്. അപ്പോൾ അവരെ കാണുകയാണെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ 8 പിടി എന്ന് പറയുന്നത് 24 ഇഞ്ചാണ്. അതിന്റെ ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല രസമുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. അടുത്തത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ വരുന്ന ബ്രേസ്ലെറ്റ്സ് ആണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ. അതിന്റെ ക്ലോസർ വ്യൂ ഒന്ന് കാണിക്കാമേ. ഇങ്ങനെയാണ് അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. നല്ല രസമാണ് ബ്രേസ്ലെറ്റ്സ് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗോൾഡിന് പകരമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു ഐറ്റം എങ്കിലും പർച്ചേസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അടുത്ത ഐറ്റം പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 ഡേയ്സിൽ പർച്ചേസ് ചെയ്യുന്നവർ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 500 എബോവ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ ഇത്രയും ദിവസം മേടിക്കാൻ പറ്റവർ തീർച്ചയായിട്ടും ഇപ്രാവശ്യം മേടിക്കുക. അതേപോലെ ഫ്രീ ഷിപ്പിംഗ് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.